ഹേ ഗൈസ്, മിയാര ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മിയാര ബ്ലോഗിൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ അടുക്കള വശത്തുള്ള ചെറിയ ഒരു പച്ചക്കറിയൊക്കെ നട്ടിരുന്ന ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പച്ചക്കറികളൊക്കെ നട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി, ഇനി വീണ്ടും നമുക്ക് നടണം. അപ്പോൾ ഞാൻ തൽക്കാലം അതിലേക്ക് കടലാസ് ചെടികളുടെ കമ്പ് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുല്ലയുടെ തൈയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. നീലമരി ഉണ്ട്. കപ്പങ്ങ തൈകളാണ് മുളച്ച് വന്നേക്കണത്. അപ്പോൾ നമ്മളിന്നൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണിക്കും ബിരിയാണിയുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കഞ്ഞിയായിരുന്നു. അപ്പോൾ കഞ്ഞിക്ക് ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും കഞ്ഞിയാണ്. ഞങ്ങൾ രാവിലെ കഞ്ഞിയാണ് കുടിക്കാറ്, വൈകിട്ടാണ് പലഹാരം. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള 2 സവാള, 2 തക്കാളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത് 2ലേക്കും കൂടി ഉള്ളതാണ്. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ മോൾക്കുള്ള കഞ്ഞിയാണ് ഞാൻ എടുക്കുന്നത്. മോൾക്ക് ബീട്രൂട്ട് തോരനും കഞ്ഞി. അപ്പോൾ നമ്മൾ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചിക്കനൊന്നും വാങ്ങിയില്ല. ഇന്ന് നമുക്ക് പിള്ളേർക്കൊന്നും ക്ലാസ്സില്ല. ഇവിടെ ഹർത്താലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സൊന്നും ഇല്ല. അപ്പോൾ ഇന്നൊന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇവിടെ നോണൊക്കെ ഉണ്ടാക്കുന്നത് ചേട്ടനാണ്. ചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ചിക്കനായാലും ബീഫായാലും അങ്ങനെ ഇപ്പോൾ ബിരിയാണി ആയിക്കോട്ടെ, എന്തായാലും നന്നായിട്ട് കുക്ക് ചെയ്യും. ഇനി ഇത് മാത്രമല്ല, പച്ചക്കറികളായാലും നന്നായിട്ട് എന്താ പറയുക, ആളുടെ കൈപ്പുണ്യം ആൾക്ക് നന്നായിട്ടുണ്ട്. ആൾ നന്നായിട്ട് കുക്ക് ചെയ്യും. നല്ല ടേസ്റ്റാണ് എന്തുണ്ടാക്കിയാലും. വെറുതെ ഒരു പരിപ്പ് കുത്തിക്കാച്ചിയാലും അതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ സോയ ചങ്ക്സ് ഇട്ടു. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോയ ചങ്ക്സ് ഇടാം വെള്ളത്തിലേക്ക്. അത് ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ അത് സോഫ്റ്റായി വരും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ടത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വീണ്ടും സവാള അരിഞ്ഞെടുക്കാം. വീഡിയോ കുറച്ച് ലാഗാവുണ്ടോയെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനൊരു കുക്കിംഗ് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ സവാള നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് തക്കാളിയാണ് അരിഞ്ഞെടുക്കുന്നത്. തക്കാളി നാടൻ തക്കാളിയാണ് കേട്ടോ. ഞാൻ മാളയിൽ കുടുംബശ്രീയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഇതുപോലെ സംഘത്തിലുള്ളൊരു ചേച്ചി പച്ചക്കറി കൃഷി ചെയ്തിട്ട് ഉണ്ടായ തക്കാളിയാണ്. നല്ല തക്കാളിയാണ്. നല്ല മധുരമൊക്കെ ഉള്ള, നല്ലൊരു മധുരവും നല്ല ചെറുതായി പുളിപ്പും ഒക്കെ ഉള്ളൊരു തക്കാളി കൊണ്ടുവന്നപ്പോൾ എല്ലാ തക്കാളിയും പഴുത്തതൊന്നും ആയിരുന്നില്ല. പക്ഷേ അത് പഴുത്തതാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് ചീത്തൊന്നും ആവില്ല. നല്ല തക്കാളിയാണ്. അങ്ങനെ എല്ലാവരും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സോയ ചങ്ക്സ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം കളയാൻ വേണ്ടിയിട്ട് പിഴിഞ്ഞെടുത്തു. പച്ചവെള്ളമൊക്കെ ഒഴിച്ച് പിഴിഞ്ഞെടുത്തു. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് സോയ ചങ്ക്സ് ബിരിയാണിയിലേക്ക് വേണം. അപ്പോൾ അത് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാവരും നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ 2ആക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് മാത്രം മതി. അതിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പം അതിലേക്ക് മാത്രം കുറച്ച് മതി. പിന്നെ എനിക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും റെഡിയായിട്ട് വരണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്ത് സോയ ചങ്ക്സ് ആദ്യം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയല്ല കേട്ടോ, സോറി, ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിനിടയിൽ നമ്മൾ മാറ്റി വെച്ച സോയ ചങ്ക്സിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത്
നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇടയ്ക്ക് നമ്മൾ നമ്മുടെ സോയ ചങ്ക്സ് വറുക്കാൻ വെച്ചതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാ സോയ ചങ്ക്സ് നമ്മൾ ലാസ്റ്റായിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്ക് കറിയിലേക്ക് ഭയങ്കരമായിട്ട് ഫ്രൈ ഒന്നും ആവണ്ട. ഒരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാള ഇടാം. സവാള ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തീ കൂട്ടി വയ്ക്കാം. നമുക്ക് പിന്നെ ഞാൻ മരുന്നൊക്കെ കഴിക്കണമുണ്ട്. ഞാൻ രാവിലെ എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ ഞാൻ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സവാള വഴന്ന് വരുമ്പോഴത്തേക്ക് എനിക്ക് കഞ്ഞി കുടിക്കാമല്ലോ. അതുകൊണ്ട് എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ തൊണ്ടയിൽ നന്നായിട്ട് തൊണ്ട വേദനയുണ്ട്. സാധാരണ എനിക്ക് ടോൺസിലൈറ്റിസാണ് ഉണ്ടാവാറ്. പക്ഷേ അതിന് പകരം മുകളിലാണ്, വായുടെ ഉള്ളിൽ മുകളിലാണ് വേദന. പിന്നെ സവാള വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചതിൽ നിന്ന് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊരു പച്ചമണം മാറി വരുമ്പോഴത്തേക്കും വരുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാണ്ട് ഇളക്കി കൊടുക്കാം. ആ ടൈം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനിപ്പോൾ എനിക്ക് അളവൊന്നും കറക്റ്റായിട്ട് ഇത് പറയാനറിയില്ല, എന്നാലും എൻ്റെ ഒരു ഇതിനാണ് ഞാൻ ഇടണത് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണ വരെ നമ്മൾ ഒന്ന് കരിയാണ്ട് അടുക്കി പിടിക്കാണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ മാറി വരും. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കളർ മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ചേർക്കാം. തക്കാളി പെട്ടെന്ന് തന്നെ വാടി വരും. കാരണം എന്താ വെച്ചാൽ അത് നാടൻ തക്കാളിയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വാടുന്നൊരു കറികൾക്ക് പെട്ടെന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കുന്ന തക്കാളിയും കൂടിയാണത്. അതിനുശേഷം നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം നമുക്ക് ഉപ്പ് നമ്മൾ സവാള വാട്ടിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കിയിട്ടിടാം. ഇനി കുറച്ച് നേരം നമ്മൾ അടച്ചു വയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട്. ഗ്രേവി മസാലക്കറി ഇങ്ങനത്തെ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ബിരിയാണി ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി കിറ്റാണ് നമ്മൾ മാള അഷ്ടമിച്ചിറയിൽ നിന്നൊരു ഹോം എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സപ്ലൈക്കോ അല്ല, ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ 2 ബിരിയാണി കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുന്നേ ഉള്ള ബിരിയാണി കിറ്റ്, ആദ്യത്തെ കിറ്റ് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഇത് 2ാമത്തെ കിറ്റാണ്. അപ്പോൾ നമ്മൾ കിറ്റിലുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്രേവിയായിട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ കണക്കിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമ്മൾ ജസ്റ്റ് ഉപ്പൊക്കെ നോക്കണം. വറുത്ത് വെച്ചേക്കണ ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ചൊരു മാറ്റി വയ്ക്കുന്നുണ്ട്. അത് എൻ്റെ മിയാരമ്മോൾക്ക് വേണ്ടിയിട്ടാണ്. മിയാരമ്മോൾ
കറി ചിലപ്പോൾ കൂട്ടിയില്ലെങ്കിലോ എരിവ് ചില സമയത്തൊക്കെയാണ് കൂട്ടുള്ളൂ. അപ്പോൾ എങ്ങാനും അപ്പോൾ ആ സമയത്ത് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് സോയ ചങ്ക്സ് മാറ്റി വയ്ക്കുന്നത്. ഈ ഒരു ഗ്രേവി നല്ല അടിപൊളി സൂപ്പറാണ്. ഞാൻ മുന്നും കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ലൊരു ചിക്കൻ കറിയുടെ ഇത് തോന്നും. ചിക്കൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ ഗ്രേവി ഉണ്ടാക്കാം സോയ ചങ്ക്സ് വെച്ച്. ഇന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകാം നമുക്ക്. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി കിറ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ് നമുക്ക് പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്കായി, ആ മസാല ഒരു പാക്കറ്റ്, പിന്നെ 6 kg നെയ്യുടെ ഒരു പാക്കറ്റ്, പിന്നെ എസൻസ്, പിന്നെ ഡാൽഡ. ഇതൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഈ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ പൊൻകതിരിൻ്റെ ചിക്കൻ മസാലയാണ് ചേർത്തത്. അച്ഛ വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ ഉണ്ടായതാണ് ചിക്കൻ മസാല പൊൻകതിരിൻ്റെ. ഈ സമയം നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ, ഉപ്പും പുളിയും ബാലൻസ് ചെയ്യാൻ ഞാൻ കുറച്ച് ഒരു പഞ്ചസാര ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് ചേട്ടൻ പഠിപ്പിച്ചു തന്നാണ് കേട്ടോ. ഉപ്പും പുളിയും ബാലൻസ് ചെയ്യാൻ ഒരിത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ, കുറേയൊന്നുമല്ല കേട്ടോ, ഒരു ഇത്തിരി ചേർത്ത് കൊടുത്താൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് ചേട്ടനാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അരി നമ്മൾ കഴുകാൻ വേണ്ടിയിട്ട് പാത്രത്തിലിട്ട് വെച്ചേക്കാണ്. വെള്ളം ആ സമയം കൊണ്ട് തിളച്ചു. ഇനി ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ഒരു പ്രാവശ്യം നന്നായിട്ട് കഴുകുക. അതിനുശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് 2 പ്രാവശ്യം കഴുകിയെടുക്കാം. എന്നിട്ട് അരി നമ്മൾ കുതിർത്താൻ വയ്ക്കാം. ആ സമയം നമുക്ക് കട്ടിംഗ് ബോർഡൊക്കെ ഒന്നുകൂടെ കഴുകിയെടുക്കാം. നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള സവാള നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ 1.5 സവാളയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. വലിയ സവാള ആയതുകൊണ്ടാണ് 1.5 സവാള എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 2 സവാള എടുക്കണം കേട്ടോ. ഞങ്ങൾ പണ്ട് ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ റേഷനറി വെച്ചിട്ട് ബിരിയാണി വയ്ക്കാറുണ്ട്. അങ്ങനെ മിക്കപ്പോഴും ബിരിയാണി പുറത്ത് പോകുമ്പോഴൊക്കെ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി എപ്പോഴും ചേട്ടൻ വാങ്ങി തരാറുണ്ട്. വീട്ടിലായാലും എൻ്റെ അച്ഛനായാലും ബിരിയാണി വാങ്ങിത്തരും. അമ്മയ്ക്ക് ബിരിയാണി അങ്ങനെ വയ്ക്കില്ല, പക്ഷെ അമ്മയുടെ കൈപ്പുണ്യം അടിപൊളി സൂപ്പറാണ്. എന്ത് കറികളുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാനതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മൾ സവാള വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായതിന് ശേഷം നമുക്ക് ഡാൽഡ ഒഴിച്ചു കൊടുക്കാം. ഡാൽഡ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് കുറച്ചായിട്ട് വറുത്തെടുക്കാം. ഇന്നിപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ അടുത്ത്, ചേട്ടൻ പണിക്ക് പോയേക്കാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ്, അപ്പോൾ ചിക്കൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങൾ സെറ്റാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഫോട്ടോ എടുത്തിട്ട് ചേട്ടന് അയച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയണമല്ലോ. ഉണ്ടാക്കി വരുമ്പോൾ എന്താകുന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ആൾ എന്ത് കുഴപ്പം വന്നാലും ആൾ പറയില്ല, ഒരു കുറ്റമൊന്നും പറയില്ല കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മുടെ അതായത് കുറ്റങ്ങളെന്ന് പറയുന്നത് നമുക്ക് അതിൽ പോരായ്മകളുണ്ടെങ്കിൽ ആൾ അത് പറഞ്ഞു തരും. ഇത്തിരി ഉപ്പ് കുറവാണെങ്കിൽ അത് പറഞ്ഞു തരും. ഇത്തിരി ഉപ്പിട്ടാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത്തിരി കൂടി ഉപ്പിട്ട് നോക്കിയേ എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ നമ്മുടെ സവാള വറുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലൊന്ന് ഇട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ബിരിയാണി കിറ്റിൽ അണ്ടിപ്പരിപ്പൊക്കെ ആയതുകൊണ്ട് കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ. അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 1 മണിക്കൂറാണ് നമ്മൾ അരി കുതിർത്താനായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലുള്ള ഏറ്റവും വലിയൊരു പാത്രമാണിത്. അപ്പോൾ ഇതിലാണ് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കണത്. പിന്നെ ഉരുളിയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതിൽ
ഇത്രയും കുറച്ചല്ലേ ഉള്ളൂ, ഇതാവുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഡാൽഡ ഒഴിച്ചു കവറിലുണ്ടായതും, പിന്നെ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റിയതും ബാക്കിയുള്ള ഡാൽഡയൊക്കെ ഒഴിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ ഒരു പകുതി സവാള അരിഞ്ഞതിട്ട് വഴറ്റണം. ഒന്ന് വഴന്ന് വരണം അത്. ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ ചേർക്കാം. നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കണതിൻ്റെ ഒരു തപ്പലും ഒക്കെ ഉണ്ട്, എന്നാലും സെറ്റാവുമെന്ന് വിചാരിക്കണം. നമ്മൾക്ക് ചേട്ടൻ വയ്ക്കുമ്പോൾ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ അരിയലും പിടിക്കലും എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മളെ മസാലക്കൂട്ടുകളൊക്കെ ഇടണം. പെരിഞ്ചീരകം, ഏലക്കായ, പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ അതിനോടൊപ്പം ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം മതി കേട്ടോ, ചതച്ചത്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണേ. അതിന് ശേഷം നമുക്കൊരു പകുതി തക്കാളി അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴന്ന് വരണം. തക്കാളിയുടെ ഇതൊന്ന് പച്ചപ്പൊന്ന് മാറി വരണം. അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ചേർക്കണം. ഇതൊക്കെ ചേർത്തതിന് ശേഷം അതും ഒന്ന് നന്നായിട്ട് വഴറ്റണം. നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 ഞാൻ എടുത്തു വെച്ചത്, പക്ഷേ ഞാൻ ഒരെണ്ണം ഇട്ടുള്ളൂ. ഇനി എരിവ് കൂടിക്കഴിഞ്ഞാൽ അരമോള് ചോറ് തിന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ നേരത്തെ കൂട്ടി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കലത്തിൽ നിന്ന് എടുത്ത് ഒഴിക്കണത്. അപ്പം നമ്മളുടെ അരി എന്തോരമാണോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം നന്നായി തിളയ്ക്കണം. അപ്പം നമുക്ക് ആ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. നമുക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ, തിളച്ച് വരുന്നുണ്ട് വെള്ളം, നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരി ഫുള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുറവാണോ ഇല്ലയോ എന്നാണ്. അടിക്ക് പിടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നന്നായിട്ട് ഫുൾ അരി ചേർത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് തിളച്ച വെള്ളം കുറച്ച് വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് അരി ഫുള്ളിട്ട് ഇളക്കിയിട്ട് നോക്കാം നമുക്ക്. ഹലോ ഗൈസ്, എനിക്ക് ശബ്ദം കുറവാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജലദോഷം, പനി, തലവേദനയൊക്കെ ആയതുകൊണ്ട് എൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ. അപ്പം ഞാൻ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. തിളച്ച് വരുന്നുണ്ട് അരി ഇട്ടതിന് ശേഷം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നോക്കുമ്പോൾ വെള്ളം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം നമ്മൾ വറുത്ത് വെച്ച് സോയ ചങ്ക്സ് നടുക്ക് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം. നമുക്ക് ചെറിയ സിമ്മിലാണ് ഇട്ടേക്കണത് കേട്ടോ. തീ ഭയങ്കരമായിട്ട് കുറച്ച് വയ്ക്കണം. അങ്ങനെ ഞാനങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയവും കൂടി നമുക്ക് നോക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി വരുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് എസൻസ് ചേർക്കണം. അപ്പോൾ 1 സ്പൂൺ വെള്ളത്തിൽ പാക്കറ്റിലുണ്ടായിരുന്ന കുപ്പിയിലാണ് എസൻസ് ഉണ്ടായിരുന്നത്. ആ എസൻസ് നമുക്ക് അതിലൊഴിക്കാം. എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം നമുക്ക് RKGയുടെ നെയ്യും കൂടി പാക്കറ്റിലുണ്ട്, അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഫുൾ സെറ്റായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചില്ല ഈ പാത്രത്തിൽ തികയൊന്നൊന്നും വിചാരിച്ചില്ല. അങ്ങനെ നമ്മൾ ആ എസൻസ് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയ ഒരു ടൈമിങ്ങിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം സവാള വാട്ടിയത്. നമ്മൾ ബാക്കിയുള്ള നെയ്യും കൂടെ അതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നെയ്യുടെ കുറച്ച് പോരാഴിക്കുണ്ട്. ആ പാക്കറ്റിലാകുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നെയ്യുണ്ട്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്യൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ നെയ്യ് നമ്മൾ അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കണുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മേയാരമുള വന്നിട്ട് നോക്കണ്ട് കേട്ടോ ബിരിയാണി റെഡിയായോ ഇല്ലെന്നൊക്കെ നോക്കണ്ട്. ആൾക്ക് എപ്പോഴാണ് റെഡിയാവാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന ടൈമൊന്നും ആയിട്ടില്ല. എന്നാലും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ, ഇത് കഴിക്കണം എന്നുള്ള നമുക്കായാലും അങ്ങനെയല്ലേ. നമ്മുടെ ബിരിയാണി ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്കതിൻ്റെ ചൂട് പോകാണ്ടിരിക്കാനൊന്ന് ദമ്മൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ പകരം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ പാത്രം ഇങ്ങനെ വെച്ചിട്ട് നമ്മളതിൻ്റെ മുകളിൽ ഇടിക്കല്ല് കയറ്റി വെക്കുന്നതാണ്. ഇനി നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. സാലഡിന് നമുക്ക് തൈരില്ല. അപ്പോൾ പകരം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ ഒരു സവാള കൂടി വേണം. അപ്പോൾ നമ്മളത് ചെറുതായി അരിഞ്ഞെടുക്കണം. സവാളയും ക്യാരറ്റും ചെറുതായി അരിഞ്ഞെടുത്ത് തക്കാളിയും കൂടി അരിഞ്ഞെടുക്കണം. ഒരു പച്ചമുളകും കൂടി അതിലേക്ക് ചേർക്കും. തൈര് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും തൈര് എപ്പോഴും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. എപ്പോഴും തൊണ്ടവേദനയും ഒക്കെ വരണത് കൊണ്ട് തൈര് എപ്പോഴും ഞങ്ങളങ്ങനെ പുളി കുറഞ്ഞ തൈര് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ചൊറുക്ക ഒഴിക്കും. അങ്ങനെയാണ് സാലഡ് ഉണ്ടാക്കാറ്. ചെറിയ സവാള മതി നമുക്ക്. നമ്മൾ സാലഡ് കുറച്ചുണ്ടാക്കുന്നത്. ബിരിയാണി നമുക്ക് വൈകുന്നേരത്തേക്കും കൂടി ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളത് ഫുൾ അരി എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണം. അങ്ങനെ നമ്മൾ ക്യാരറ്റും സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചൊറുക്ക് ചേർക്കുന്നുണ്ട്. ചൊറുക്ക നല്ല അടിപൊളി ചൊറുക്കാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ചൊറുക്കാവാൻ വേണ്ടിയിട്ടൊന്നും കെട്ടി വെച്ചതൊന്നുമല്ല. നമ്മൾ വൈനുണ്ടാക്കാൻ വേണ്ടിയിട്ട് കശുമാങ്ങ കെട്ടി വെച്ചതാണ്. പക്ഷെ നമ്മളത് മറന്നുപോയി ഗൈസ്. അപ്പോൾ നമ്മൾ എടുക്കാതിരുന്നപ്പോൾ അതിന് നല്ല ചൊറുക്കയുടെ വീര്യം ആയി തുടങ്ങി. പിന്നെ ഞങ്ങൾ ചൊറുക്ക അതാണ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നല്ല അടിപൊളി സാധനമാണ്. കശുമാങ്ങയുടെ ആകുമ്പോൾ നമുക്ക് വയറിനൊന്നും കംപ്ലൈൻറ്റ് വരില്ല. നല്ല അടിപൊളി സാധനമാണ്. അതും ഞങ്ങളുടെ വീട്ടിലെ കശുമാങ്ങയും കൂടി ആയിരുന്നത്. അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലീനിങ് ആണ്. അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള ടൈമായി ഗൈസ്. അപ്പോൾ ഞങ്ങൾ താഴ്ത്തിരുന്നാണ് എപ്പോഴും കഴിക്കണത്. ഞങ്ങൾക്ക് മേശയും ചെറിയൊരു മേശയും കസേരയും ഒക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് താഴ്ത്തിരുന്ന് കഴിച്ചാലേ ഞങ്ങൾക്ക് കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബിരിയാണി റൈസ് പാത്രത്തിലേക്ക് എടുക്കുകയാണ്. റൈസ് ഇട്ടു. റൈസ് അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസ് ഇട്ടു. അതിന് മുകളിൽ നമ്മൾ സവാള വറുത്തതും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ വെച്ചു. ഇനി നമ്മുടെ മസാലക്കറി ഞാൻ ഈ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ചേട്ടൻ പറയാറുണ്ട് നല്ലതാണെന്ന്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൾക്ക് ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആളത് പറയും. നമ്മളത് റെഡിയാക്കും. പിന്നത്തെ പ്രാവശ്യം സാലഡ് ഇട്ടു. ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കലത്തെ ചെറിയൊരു ദിവസം ഇങ്ങനെയാണ് പോകുന്നത് ഗൈസ്.